ഹലോ, മലയാള സെക്കൻഡിലെ 4 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെറ്റ് കിടക്കും തെരുവ് പട്ടിക്ക് എന്തോ ഒരുറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അമ്മത്തൊട്ടിലെ വരികളാണ് കേട്ടോ. മൃഗങ്ങൾ പോലും പരിഷ്കൃതരായ മനുഷ്യർക്ക് ചില പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ടല്ലോ. കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയാം. തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഇവിടെ തെരുവിൽ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു മകനാണ് അല്ലേ. ഒരു മകനുണ്ട് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് എന്തുണ്ട്, തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുന്ന തെരുവ് പട്ടി അല്ലേ. യെസ്, അപ്പം 2 അമ്മമാർ നമുക്കിതിൽ കാണാൻ പറ്റും അല്ലേ. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അമ്മയെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുന്ന ഒരു അമ്മയും നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. യെസ്, അപ്പം ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ ഈ 11ാമത്തെ ആൻസറിൽ എഴുതുമ്പം ഈ കാര്യങ്ങളൊക്കെ വേണം. സ്വന്തം മക്കളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതിന് ശേഷം വലുതായതിനു ശേഷം മക്കൾ എന്താണ് ചെയ്യുന്നത്? അമ്മമാരെ ഒരു മൂലയിൽ ഒതുക്കി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ. അപ്പോൾ തൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം സ്വന്തം അമ്മയെ തെരുവിൽ കളയാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ ആളല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ വേണം. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് വേണം. പോയിൻറ്റ്സ് ആയിട്ട് നല്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ എഴുതി പിടിപ്പിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഈ പറയുന്ന ആൻസറുകളെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിച്ചു പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എത്ര നെല്ല് കൊയ്തു മെതിച്ചു, എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ എങ്ങും നെല്ല് കാണാനില്ല, ഒള്ളാൻ വെളി കാണിക്കത്തില്ല. അരിയിട്ട് തിളപ്പിച്ച് കഞ്ഞി കുടിക്കണം, അവസാനത്തെ ആഗ്രഹം. പ്ലാവിലക്കഞ്ഞിയിലുള്ളതാണ് അല്ലേ. തന്നിരിക്കുന്ന സൂചനകളിലൂടെ അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ? നമുക്കറിയാം അവിടെ ജന്മിത്തം അല്ലേ. കർഷകരെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. കർഷകർക്ക് എന്താണ് നെല്ല് കൂലിയായിട്ടൊന്നും അവർ നൽകിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അടിമകളോട് സമാനമായിട്ടായിരുന്നു ഈ ജന്മിമാർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലും അവർക്കൊന്നും പട്ടിണി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ. അത്രയും ചെറിയ കൂലിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നെല്ല് കൂലിയായിട്ട് കൊടുക്കാതെ ആ നെല്ല് എന്ത് ചെയ്തു, കൂടുതൽ വിലയ്ക്ക് അവർ മറിച്ച് വിറ്റു അല്ലേ. കരിഞ്ചന്തയ്ക്ക് മറിച്ച് വിറ്റു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ അന്ന് അവർ അനുഭവിച്ചിരുന്ന അടിമത്തം, അതുപോലെ തന്നെ ദാരിദ്ര്യം, ഒരുപാട് പട്ടിണി അനുഭവിച്ചിരുന്നു, ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ 18ൻ്റെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ധയം. അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ അതിൽ പോയിൻറ്റ്സ്, ഏതെല്ലാം പോയിൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം? നമുക്കറിയാം ഇതിൽ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഈ മകൻ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ പോവുകയാണല്ലേ. അതെ, അപ്പം ഈ പ്രായമായപ്പോൾ അവഗണിക്കപ്പെടുകയാണ് ഈ അമ്മ. പ്രായമായപ്പോൾ ഇവർക്കൊരു ബാധ്യതയാവുകയാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രായമായ ആളുകളെ വൃദ്ധസദനങ്ങളിലും അതുപോലെ തന്നെ തെരുവുകളിലും ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ, അതിനെക്കുറിച്ചും എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പറയാനുണ്ട് ഈ ഭാഗത്ത്. നമ്മുടെ 2023 ഉപന്യാസം ഉണ്ടായിരുന്നു, വാർദ്ധക്യത്തിന് കരുതലേഖ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിരുന്നു. 2023 മോഡൽ ക്വസ്റ്റ്യൻ്റെ അത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ വാർദ്ധക്യവും സമൂഹത്തിൻ്റെ മനോഭാവവും. ഓക്കെ, പ്രായമുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ഇവിടെ വൃദ്ധസദനങ്ങൾ കൂടി വരാൻ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? ആളുകൾ വിദേശത്തേക്ക് ജോലിക്കും അതുപോലെ പഠനത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ
നാട്ടിൽ അമ്മമാരൊക്കെ ഒറ്റയ്ക്കാവും അല്ലേ, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളൊക്കെ കൂടി വരുന്നത് അല്ലേ. അതെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവണം കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, 20ാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം നോക്കൂ. പണയം എന്ന കഥയിൽ നായക കഥാപാത്രമായ ചാക്കുണ്ണിയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത് ചെമ്പുമത്തായിയാണ്. 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അവർ. പ്രസ്താവന വിശകലനം ചെയ്ത് ചെമ്പുമത്തായി, ചാക്കുണ്ണി എന്നീ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇത് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്, ചെമ്പുമത്തായിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചാക്കുണ്ണിയുടെയും ക്യാരക്ടർ സ്കെച്ച് അല്ലേ, കഥാപാത്ര നിരൂപണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച ആളുകൾക്കും മനസ്സിലാവും, അല്ലാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടെ പറഞ്ഞു തരാം. നമുക്കറിയാം ഈ 2 കഥാപാത്രങ്ങളും ഗൃഹനാഥന്മാരാണ് അല്ലേ. അതുപോലെ തന്നെ ചെമ്പുമത്തായിയെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രധാന ലക്ഷ്യം അല്ലേ. അതുപോലെ അദ്ദേഹം നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ ജീവിച്ചു പോരുന്ന ഒരാളായിരുന്നു അല്ലേ. പിന്നെ എന്താണ്, ആരും അങ്ങനെ വലിയ വിശ്വാസമില്ല അല്ലേ, സ്വർണം എല്ലാം ഉരച്ച് നോക്കിയിട്ടാണ് അദ്ദേഹം പണയം എടുക്കുന്നത് അല്ലേ. പിന്നെന്താണ്, കലയ്ക്ക് അത്ര പ്രാധാന്യമൊന്നും ചെമ്പുമത്തായി നൽകുന്നില്ല. പണത്തോട് ഒരുപാട് ആർത്തിയുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് മക്കളെ തല്ലി വളർത്തണം എന്നാണ് ഈ ചെമ്പുമത്തായി പറയുന്നത്. പിന്നെ കലയോടൊന്നും വലിയൊരു താല്പര്യമില്ല, അത് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം ജീവിതം സമ്പാദനത്തിന് മാത്രം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ചെമ്പുമത്തായിക്ക്. ഓക്കെ, പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റേഡിയോ പരിപാടികളൊക്കെ കേട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയിൽ ശ്രദ്ധ പോകുന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു അല്ലേ. ചാക്കുണ്ണിയായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. കലകളോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മക്കളെയും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഈ ആറാട്ടുകുന്നിൽ റേഡിയോ മേടിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു നമ്മുടെ ചാക്കുണ്ണി അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വളരെ ദയനീയമായിരുന്നു, വളരെ ഒരു ദരിദ്രനായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് നേരം രാത്രി ഏറെ വൈകി ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാലിൽ ആണിരോഗം ഉണ്ടായിട്ട് പോലും ഒരു ചെരുപ്പ് മാറ്റി മേടിക്കുന്ന പോലില്ല അല്ലേ. അത്രയും അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ എന്താണ് കുറവായിരുന്നു അല്ലേ. സാമ്പത്തികാവസ്ഥ കുറച്ച് നമ്മളെ ചെമ്പുമത്തായിയെ താരതമ്യം ചെയ്ത് വളരെ കുറവായിരുന്നു. പിന്നെന്താ, ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ആണല്ലോ. 16ൻ്റെ ആൻസർ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ പോയിൻ്റൊക്കെ തന്നെയാണുള്ളത്, എന്നാലും എഴുതുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അറിവായിരിക്കും, എന്നാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അമ്മത്തൊട്ടിലെ വരികളാണല്ലേ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകനിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പനി പിടിച്ചപ്പോൾ ആശുപത്രി പടികൾ കയറി കിതച്ച അമ്മ അല്ലേ. തണുപ്പേൽക്കാതിരിക്കാൻ കരിമ്പടത്തിൽ പൊതിഞ്ഞ അമ്മ ചേർത്ത് പിടിച്ചപ്പോഴത്തെ ചൂട്. പിന്നീട് എന്തൊക്കെയാണ്? അമ്മയുടെ മുഷിപ്പിൻ്റെ, വിയർപ്പിൻ്റെ, കാച്ചെണ്ണയുടെ ഗന്ധം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ. പിന്നീട് എന്താണ്? തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ അടുപ്പിലൂതിയപ്പോൾ ഉയർന്ന ഓലക്കൊടികൾ പുകയുന്ന മണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് എഴുതിയിട്ട് വേണം. ഇതൊക്കെയാണ് ആ കവിതയിലെ മറ്റ് സന്ദർഭങ്ങൾ കേട്ടോ. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് കേട്ടാൽ തന്നെ മതി, നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും കേട്ടോ. നിങ്ങൾ നാളെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നല്ല വെള്ളമില്ല, നിലാവും ഇല്ല, കൂമൻ്റെ ഒച്ചയില്ല, പിന്നെ എന്താ ആടെ ഉള്ളത്? ഓരോ വിളിയും കാത്ത്. നഗരജീവിതത്തെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം അമ്മയ്ക്ക് നഗരജീവിതം ഒട്ടും ഇഷ്ടമല്ല എന്നല്ലേ. അതെ, അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ്? അവിടെ ഒരുപാട് തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും അല്ലേ. എല്ലാവർക്കും തിരക്കായിരിക്കും. അതുപോലെ തന്നെ നല്ല വെള്ളം, നല്ല വായു, നല്ല പ്രകൃതി, ഈ കിളികളുടെ ശബ്ദം, ഇതൊന്നും ഇല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. ഇതൊന്നും നഗരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അല്ലേ. അവിടെ എന്തൊക്കെയാണ് കേൾക്കുക? ഒരുപാട് വാഹനങ്ങളുടെ ശബ്ദങ്ങളായിരിക്കും കേൾക്കുന്നത് അല്ലേ. പിന്നെ എന്താണ്? അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒന്നും ഇല്ല എന്നാണ് അമ്മ പറയുന്നത്.
പിന്നീട് അമ്മയ്ക്ക് ഗ്രാമങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ. അമ്മയുടെ നാട്, അവിടെയുള്ള വയലുകൾ, അതൊക്കെയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം. നാട് വിട്ടു പോവാൻ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് നഗരജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെയായിരുന്നു അല്ലേ. നല്ല വെള്ളമില്ല, നിലാവില്ല, കോമൻ്റെ ഒച്ചയില്ല, ഒന്നുമില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ഗ്രാമം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. 17ാമത്തെ ചോദ്യം നോക്കാം. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. പത്രനീതിയിലെ കുറച്ച് പോയിന്റ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൂചനകൾ, പാഠഭാഗത്തിലെ ആശയം, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ചുകൊണ്ട് പത്രധർമ്മം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുക എങ്ങനെയാണെന്ന് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യണം അല്ലേ. പിന്നെ ഒരു ആമുഖം വേണം. പിന്നെ കുറച്ച് പോയിന്റ്സ്, ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. എന്തൊക്കെയാണ്? ഇന്നത്തെ സമൂഹത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ്, ശരിക്കും വാർത്തകൾ ഒത്തിരി വളച്ചൊടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്വാധീനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാർത്തകൾ മാറ്റി വെക്കുന്നുണ്ട് അല്ലേ. പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്രങ്ങൾ എന്ത് ചെയ്യും, ചില വാർത്തകളൊക്കെ മുക്കി വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിപ്പോൾ തിന്മകൾക്കെതിരെ അങ്ങനെയൊന്നും പ്രതികരിക്കാനാവുന്നില്ല. അങ്ങനെ കുറേ പോയിന്റ്സും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളിതൊന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പത്രത്തിൻ്റെ കാര്യം ഇത് കുറിപ്പായിട്ടോ അല്ലെങ്കിൽ ഉപന്യാസമായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരിതാണ് പത്രധർമ്മം. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ടോപ്പിക്ക് കിട്ടിയാൽ പോലും, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അല്ലേ. കാര്യം നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാം. ഓക്കെ, അത് സിമ്പിളാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല. അച്ഛൻ്റെ മരണം സൃഷ്ടിച്ച ശൂന്യതയും ഒറ്റപ്പെടലും ആവിഷ്കരിച്ചിരിക്കുന്നതിൻ്റെ സവിശേഷതകൾ വിവരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ആ അച്ഛനുള്ളപ്പം ആ വീട്ടിൽ ഭയങ്കര വൈബായിരുന്നു അല്ലേ. അച്ഛൻ മരിച്ചതോടുകൂടി അവിടെ നിശബ്ദതയാണ് അല്ലേ. അപ്പോൾ ആ ജീവൻ്റെ നഷ്ടമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വീടല്ല എന്ന് അവർക്ക് തോന്നുകയാണല്ലേ. അത്രയും കാലം വളരെ ബഹളമായിട്ട് ഇരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ അതൊരു ശൂന്യതയിലേക്ക് നോക്കുന്ന പോലെയാണ് അല്ലേ. ഒന്നും ഇല്ലാത്ത പോലെ തോന്നുകയാണ് ആ അച്ഛൻ മരിക്കുന്നതോടുകൂടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് എഴുതണം കേട്ടോ. ഇവിടെ ശൂന്യതയും ഒറ്റപ്പെടലും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അച്ഛൻ പോയതിന് ശേഷം അമ്മ അതുപോലെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അമ്മയെ അതുപോലെ മകൻ തിരിച്ച് നഗരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പോകാൻ പറ്റാതെ വരുന്നു. അമ്മയ്ക്ക് അച്ഛനെയും അച്ഛൻ്റെ ഓർമ്മകളെയും അതുപോലെ തന്നെ ആ നാടിനെയും വിട്ട് മകൻ്റെ കൂടെ പോകാൻ തോന്നുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പോയപ്പോൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് അവർ പിന്നീട് കടന്നു പോയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരന് സുഖത്തിനായി വരയണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. എക്കാലത്തും പ്രസക്തമായ ജീവിത കാഴ്ചപ്പാടുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത്. മുകളിൽ നൽകിയ ഗുരുദേവ സന്ദേശങ്ങളും സമകാലിക സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും തരും. ഒന്നെങ്കിൽ കുറിപ്പ് തയ്യാറാക്കാനായിരിക്കും, അല്ലെങ്കിൽ പ്രസംഗമോ ഉപന്യാസമോ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുവിന് എങ്ങനെയായിരുന്നു, ഏകലോകം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു ഗുരുവിന് അല്ലേ. അതുപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിന്നീട് എന്താണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇത് ഗുരുവിൻ്റെ ഒരു സങ്കല്പമായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരു നാളുണ്ടാവണം എന്നുള്ളത്. എല്ലാവർക്കും ഒരു ജാതി, എല്ലാവർക്കും ഒരു മതം, എല്ലാവർക്കും ഒരു ദൈവം മനുഷ്യന് അല്ലേ. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് കേട്ടോ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ
നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണോ അല്ലേ? ജാതിയുടെ പേരും മതത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇക്കാലത്തും ഈ ഗുരുവിൻ്റെ വചനങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യവും അത്യാവശ്യമാണല്ലേ ഇപ്പോഴത്തെ സമൂഹത്തിൽ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള വചനം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. 2022, 23, 24 ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പ്രഭാഷണത്തിൻ്റെ ടോപ്പിക്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഉപന്യാസത്തിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. 20, 23, 24 മോഡലിന് കേട്ടോ. അപ്പോൾ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതുക എന്നുള്ള കാര്യങ്ങളും നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി കാണുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.